ഹായ്. ഇന്നത്തെ എപ്പിസോഡ് പൊളിയുവാണെങ്കിൽ അതിന് ഏക കാരണം അമ്മ ഞാൻ പാതിരാത്തൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാറില്ല. ഇതേ ബുദ്ധിമുട്ടിക്കാറുണ്ട്. പക്ഷെ ഇവള് ബുദ്ധിമുട്ടിക്കാത്തത് എന്റെ അടുത്ത് അല്ല ഞാൻ നല്ലതായതുകൊണ്ടും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത് കൊണ്ടും കാര്യങ്ങൾ ഈസി ആയിട്ട് പോകും. കെട്ടാൻ പോകുന്ന കമ്പിളിന് വേണ്ടി കൊടുക്കാനുള്ള വേഗം. ഈ വീട്ടിൽ രണ്ട് പേര് മാത്രമേ ഉള്ളൂ വെളിയിൽ നിന്ന് വന്നത്. ഒന്ന് സേറെ ഈ രണ്ടുപേര് കാരണം പ്രശ്നം ഉണ്ടാകുന്നത്. ഈ ഫാമിലി ഒന്ന് കേറിയിട്ട് ചേച്ചിക്ക് തോന്നുന്നു മനസ്സിലാണി വരുന്നത്. ഹലോ everyone, welcome back to my YouTube channel. ഹലോ ഹായ്. ആധികാരികമായിട്ട് കയറി നടക്കിയിരിക്കുന്നുണ്ട്. ഇവിടെ വിളിച്ചതിന്റെ കാര്യമില്ലായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് പൊളിയുവാണെങ്കിൽ അതിന് ഏക കാരണം കുക്കുവാണ്. കുറെ നാളുകൾക്ക് ശേഷം എല്ലാവരും കുറെ പേര് കമന്റ് ചെയ്യുന്നത് കുറെ കാര്യങ്ങൾ ചോദിച്ചു. ഇവർക്കെല്ലാം മറുപടി കൊടുക്കാൻ വേണ്ടി എല്ലാവരും എന്റെ മറുപടിയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ മാത്രം മതിയായിരുന്ന എപ്പിസോഡില് എന്നാ ഒറ്റയ്ക്ക് ചെയ്യണം. അതുമല്ല, പിന്നെ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തേക്കുന്ന കുക്കുവാണ്. ഫുൾ ഞാനാണ്. നിനക്ക് വിവരമുള്ള ആർക്കെങ്കിലും കൊടുത്തൂടായിരുന്നു പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ ആദ്യത്തെ ചോദ്യം ആരോടാ? ആദ്യത്തെ ചോദ്യം അച്ചാച്ചനോട്. അച്ചാച്ചനോട് ചോദിക്കുവാണെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ചോദ്യങ്ങളല്ലേ എനിക്ക് അറിയത്തുള്ളൂ, കുഞ്ഞിടെ തൊട്ടുള്ള. പിന്നെ കപ്പിൾസ് ചോദ്യങ്ങൾ ചോദിക്കാം, അങ്ങനെ പല പല ചോദ്യങ്ങൾ എല്ലാം ഉണ്ട് എന്റെ. അച്ചാച്ചനോട് എത്ര എത്ര കപ്പിൾ ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാം. എനിക്ക് ആദ്യം നോർമൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാവേ. ആദ്യമേ അമ്മയ്ക്കും പപ്പയ്ക്കും ഞാനും ഉണ്ടല്ലോ, ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങൾ വെച്ച്. അമ്മ പപ്പ ഞാൻ അങ്ങനെ ഓരോരുത്തർ വെച്ച്. ഇപ്പൊ അമ്മയുടെ ഇതാണ് ഇഷ്ടം, പപ്പയുടെ ഇതാണ് ഇഷ്ടം, എന്റെ ഇതാണ് ഇഷ്ടം. പപ്പ ആദ്യം പപ്പ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇവിടുത്തെ സേറപ്പട്ടി കാരണം കലങ്ങിയിരിക്കുക. പപ്പയ്ക്ക് സേറനെ കൂട്ടിയിട്ടുണ്ട, അച്ഛനെ സേറനെ കൂട്ടിയിടണം. സേറയാണെങ്കിൽ വീട്ടിൽ മുഴുവൻ വഴക്കുണ്ട്. ഒന്നും പറയാത്തോടെ ഇതിന് നടുവിൽ ഇങ്ങനെ നടക്കും. ആ സോണിമോൻ ഭയങ്കര സന്തോഷമായിരിക്കും. സോണിമോൻ ഹാപ്പിയാണ് കേട്ടോ. കാര്യം സേറ ഇവിടെ വന്നിട്ട് കുടുംബം കിടക്ക് കിടന്ന് നല്ല അടിയായിരുന്നു. പക്ഷെ അതിനകത്ത് ഏറ്റവും നല്ലൊരു പാട്ടെന്ന് വെച്ചാല് ഇന്നലെ ഇത്രയും വലിയ അടി ഉണ്ടായി കഴിഞ്ഞു. കൊലപാതകം പോലെ അടി ഉണ്ടായി. പട്ടിയെ എടുത്തിട്ട് അടിച്ച് ഓടിച്ചു. അല്ല, ഇത് ഏറ്റവും വലിയ കോമഡി ഇച്ചാനെ കാണുമ്പോഴേ സേറ അപ്പുറത്തെ പാമ്പിനെ ആ പ്രാന്തമ്മ വരുന്നുണ്ടോ. ഇത് ഏറ്റവും രസം എന്താന്ന് വെച്ചാൽ ഇന്നലെ അത്രയും വഴക്കുണ്ടായി, വലിയ വിഷയമുണ്ട്. ഇന്ന് രാവിലെ ആയപ്പോ ഒരു പ്രശ്നം. പപ്പ ഇപ്പൊ വന്നിട്ട് പോയതല്ലേ, ഒരു പ്രശ്നമില്ല. നല്ലൊരു ക്വാളിറ്റി. പപ്പയിൽ ഇഷ്ടമുള്ള ഉത്തരം പറയാതെ രക്ഷപ്പെട്ടു. അമ്മയുടെ കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ രാത്രി ആയാലും പകലായാലും ഏത് സമയമായാലും എന്താവശ്യം ഉണ്ടായാലും എന്റെ പെണ്ണമ്പള ചെയ്തില്ലെങ്കിൽ എന്റെ അമ്മ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത് സത്യാട്ടോ. കാര്യം എനിക്ക് മാത്രമല്ല, ഇവക്കായാൽ പോലും ഇപ്പൊ വീട്ടില് വേറൊരു പെണ്ണ് കയറി വന്നതാണ് ഇങ്ങോട്ടാ. പക്ഷെ ഇവളുടെ ഒരു കാര്യമായാൽ പോലും രാത്രി ആയാലും രാവിലെ ആയാലും ഏത് സമയമായാലും അമ്മ ചെയ്ത് തരും. ഇവളാണെന്നോ ഈ കുക്കു ആണെന്നോ ഞാനാണെന്നോ ഒരു വ്യത്യാസം, ഒരു ഡിഫറൻസിയേഷൻ കാണിക്കാറില്ല. പക്ഷെ അമ്മ ഞാൻ പാതിരാത്തൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാറില്ല. ഇതേ ബുദ്ധിമുട്ടിക്കാറുണ്ട്. പക്ഷെ ഇവള് ബുദ്ധിമുട്ടിക്കാത്തത് എന്റെ അടുത്ത് ഒന്നും എനിക്ക് പോപ്കോൺ കഴിക്കാൻ തോന്നുന്നു. അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ അമ്മ ഒരുപാട് ചോദിച്ചില്ലല്ലോ. ഞാനാണല്ലോ അവിടുത്തെ തീരെ കാത്തിരിക്കാം. ഓക്കെ
ഓക്കെ എന്നെ കുറിച്ച് ഇവളെ കുറിച്ചോ? ഇവളെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. ഇതല്ലേ പറഞ്ഞ സ്റ്റാർ മാജിക്ക് ചെന്നിട്ട് ചേച്ചിയെ കുറിച്ച്. എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ കാണത്തില്ല ആ സമയത്ത്. പെട്ടെന്ന് കൈ നീട്ടി കുക്കുനെ പറ്റി പറ. കുക്കുനെ പറ്റി പറയായിരുന്നു, പക്ഷേ ഇവിടെ എനിക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണ്ടത്തെ എന്റെ എല്ലാ ഉടായ്പ കേസുകൾക്കും ചോദിക്കുമ്പോ ഉടായ്പ കേസുകൾ എന്തൊക്കെയാണ്, അതിനെക്കാട്ടി നല്ലത് ഈ ചോദ്യങ്ങളൊന്നും സ്കിപ്പ് അടിക്കുന്നതാണ് നല്ലത്. അല്ല, കുക്കുനെ പറ്റി എന്തെങ്കിലും പറ, ഒരു കാര്യം പറ, ക്വാളിറ്റി പറ അവളുടെ. അവളുടെ പ്രത്യേകിച്ച് ക്വാളിറ്റി എന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് എന്ത് പറയാനാ? എനിക്ക് പറ്റുന്ന പറയാൻ പറ്റത്തില്ല. എനിക്ക് നിന്നെ കുറിച്ച് ചോദിച്ചാലും എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് ഇവളെ കുറിച്ച് ചോദിച്ചാലും പറയാൻ പറ്റൂല. മേ ബി അതായിരിക്കും. അടുത്ത ചോദ്യം അല്ല, ഞങ്ങള് മൂന്നുപേരല്ലേ ഉള്ളു. ചേച്ചി കപ്പിൾസ് ചോദ്യം വേറെ ഉണ്ടെന്ന് അതാ പറഞ്ഞത്. കപ്പിൾസ് കാര്യമുണ്ട്. ഈ വീട്ടിൽ ഞങ്ങളെ കുറിച്ച് ചോദിക്കുന്ന അർത്ഥം നീ വരത്തേയല്ലേ? അർത്ഥം അറിയോ? മറ്റേ വരുത്തൻ സിനിമയുടെ വരുത്തനെ വരുത്തിയാക്കിയതാ. ഈ വീട്ടിൽ രണ്ട് പേര് മാത്രമേ ഉള്ളൂ വെളിയിൽ നിന്ന് വന്നാല്. ഒന്ന് സേറ, ഈ രണ്ടുപേര് കാരണം പ്രശ്നം ഉണ്ടാകുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഇത്ര പ്രശ്നം എന്താന്ന് വെച്ചാല് അമ്മ ഈ ചെടിച്ചട്ടിയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടുവെക്കാം, കടിച്ചു ബാക്കി ഫുള്ള് മണ്ണാക്കും. ഞാൻ വരക്ക് വന്ന ഫുള്ള് അമ്മയായിരിക്കും. കാര്യം ഈ പട്ടിയെ നോക്കി ഭയങ്കര അഭിനയത്തിന്റെ ഡ്രാമ ക്യൂനാണ്. 24 മണിക്കൂറും ചെടിയില്ല, അടി കിട്ടുന്നതിന്റെ കയ്യും കാര്യമില്ല. ഇത് വൃത്തിയുടെ പന്ന പട്ടിയായത് എന്ന് വെച്ചാല് നമുക്ക് ഇപ്പൊ വെളിയിൽ നിന്നൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ കൊഞ്ചിക്കാനൊന്നും തോന്നുന്നില്ല. ഇങ്ങനെ അഴുക്കുവാല് കയ്യും കാലും ചെളിയാക്കി വെള്ളത്തിൽ ഇങ്ങനെ തൂങ്ങില്ല. നമ്മുടെ സോണിമോനൊക്കെ ആണെന്നല്ലേ, അവന് ചെളിയൊക്കെ കണ്ടറിയ ചെളിയ അഴുക്ക ഇതുകൊണ്ട് വീട്ടിൽ കയറി അടി കിട്ടും, അവന്റെ മേത്താക്കി കഴിഞ്ഞ് വൃത്തിയിടാം. പക്ഷെ ഇവനത് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഇപ്പൊ വൈകുന്നേരം ഇവനെ കാണാനില്ല. ഞാൻ നോക്കിയപ്പോ ചെളിക്കുണ്ടിനകത്ത് കിടക്കും. വാഴയുടെ മൂട്ടിൽ കുഴി കുത്തി ചെളിക്കകത്ത് തല മാത്രം വെളിയിലിട്ട് ഇങ്ങനെ കിടക്കുക. എന്നിട്ട് സേറാന്ന് വിളിക്കുമ്പോൾ അനങ്ങാണ്ടിരിക്കും. ഇവന്റെ മോന്താനെ കറുത്തുകൂടി ഇരിക്കുവല്ലേ, ഇവനേതാ പോലും കാണുന്നില്ല. ഞാൻ അടുത്ത് പോയി നോക്കിയപ്പോൾ എനിക്ക് ഇവനത് മനസ്സിലായി. അവന്റെ ദേഹം തന്നെ കുമിഞ്ഞിരിക്കുക. അതിന് തൊട്ട് മുന്നേ ഞങ്ങൾ ഒരു പട്ടി ചെളി കിടക്കുന്ന വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുക, നോക്ക് പട്ടി ചെളി കിടക്കുന്നു. വാഴയുടെ മൂട്ടിൽ കിടക്കുക ചെളിയില്. ചേച്ചിയോട് ചോദിക്കുന്നത്, 2 വർഷമായി നിങ്ങളിങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. എന്റെ ദുഃഖങ്ങളും എന്റെ പരിഭവങ്ങളും എന്റെ പരാതികളും എനിക്ക് മാത്രമേ അറിയൂ. ഓക്കെ, ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പൊ വെളിയിൽ നിന്ന് ആര് കണ്ടാലും നമുക്കൊന്ന് അകത്തുള്ളവർക്ക് ഞങ്ങൾക്കാണേലും അല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ആണെങ്കിൽ അതിനൊരു അഡ്വൈസ്, കപ്പിൾസ് അല്ലേ, അപ്പൊ ഇനി കെട്ടാൻ പോകുന്ന കപ്പിൾസിന് വേണ്ടി കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് കൊടുക്കും. വേഗം കൊടുക്കും. കിട്ടുമ്പോ നമ്മൾ വിചാരിക്കണം, നമ്മൾ ആലോചിച്ച് വേണം കേട്ടോ. ഒന്നാമത്തെ ആലോചിച്ചത്, 2 നമ്മൾ അന്തയാണ് 3 ഏഴെതിരാണ്. എന്ത് പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയരുത്. നേരെ ബാത്റൂമിൽ കയറാൻ 10 തെറി കളിക്കാൻ പറ്റരുത്. തിരിച്ച് സന്തോഷത്തോടെ ഇറങ്ങി വേണം. അതാണ് ഏറ്റവും നല്ല ദാമ്പത്യത്തിനുള്ള ഏറ്റവും നല്ല ടിപ്പ്. അച്ഛനൊരു ടിപ്പ് കൊടുത്തേ. നല്ലൊരു കപ്പിൾസിന് വേണ്ടി നല്ല കപ്പിൾസിന് വേണ്ടി എന്ത് ചെയ്യണം? അല്ല, അങ്ങനെയല്ല. നല്ല കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ശരിക്കും ജെന്യൂൻ അഡ്വൈസ് എന്ന് പറയുമ്പോ, ഇപ്പം 2 പേരും എന്തായാലും പെർഫെക്റ്റ് ആയിരിക്കത്തില്ലേ, നമുക്ക് ചേരുമ്പടി ചേർക്കാൻ അറിയത്തില്ലേ, ഒരേ ടേസ്റ്റുള്ള 2 ആൾക്കാരെ കറക്റ്റാ. 2 പേരും ഒരുമിച്ച് ഒരിക്കലും നന്നാവില്ല ഒരു വീട്ടില്. അപ്പം അല്ല, ഞാൻ നല്ലതായത് കൊണ്ടും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത് കൊണ്ടും കാര്യങ്ങൾ ഈസി ആയിട്ട് പോകുന്നു. അങ്ങനെയല്ല. അപ്പൊ 2 പേരും ഒരേ ടേസ്റ്റ് ആയിരിക്കത്തില്ല. ഞങ്ങൾ 2 ധ്രുവത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇച്ചാൻ പഴങ്കഞ്ഞി ചോദിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് ബർഗർ ചോദിക്കും, ഞാൻ ഇവിടെ നിന്ന് ബർഗർ ചോദിച്ചാൽ ഇച്ചാൻ അവിടെ നിന്ന് പഴങ്കഞ്ഞി ചോദിക്കും. ഇതാണ് സംഭവം ശരിക്കുള്ള ഞങ്ങളുടെ ക്യാരക്ടർ. 2 പേരും ഭയങ്കര ഓപ്പോസിറ്റ് ആണ്. അപ്പം ചില കാര്യങ്ങള് എന്താ പറയാ, കല്യാണം കഴിയുന്ന സമയത്ത് നമ്മൾ അവരെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ സ്വയം ചേഞ്ച് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാര്യം ഇപ്പം നമ്മൾ പറയുവാണ് എനിക്ക് അതാണ് ഇഷ്ടം, പുള്ളി ഇതേ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ചെയ്യത്തില്ല. അതിനെക്കാട്ടുള്ള സൗകര്യം ഓക്കെ ഇവർ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരത്തില്ല. അവിടെ നമ്മുടെ ഈഗോ കുറച്ച് മാറ്റി വെച്ചാൽ മതി. എനിക്ക് അതാണ് ശരിക്കും തോന്നിയിട്ടുള്ളത്. ബുദ്ധിയില്ല എന്ന് വിചാരിച്ചു മനസ്സിലൊന്ന് വിചാരിച്ചാൽ മാത്രം തീരാവുന്ന പ്രശ്നങ്ങളുണ്ട് പല കാര്യങ്ങളും. മനസ്സിലാവുന്നില്ല ഇതൊന്നും.
അടുത്ത പ്രശ്നമേ ഉള്ളൂ. അവൾ ഇങ്ങനെയാണ്, മനസ്സിലായില്ല കേട്ടോ. കുറച്ച് കുറവുണ്ട് അവിടെ ഇവിടെയൊക്കെ. നമ്മൾ മനസ്സിലാക്കിയ തീരാത്ത പ്രശ്നങ്ങൾ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ചേച്ചിനെ കുറ്റം പറയുന്നു കേട്ടോടാ. ശരിയാ ശരിയാ. അങ്ങനെയല്ല, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിച്ചാൽ മതി ഇവര് കുറച്ച് ബുദ്ധി കുറവുണ്ട് കുറവുണ്ടെന്ന്. അപ്പൊ അവരെ ചില നല്ല നാത്തന്മാരൊക്കെ ഉള്ള വീട്ടുകളിൽ ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് കപ്പിൾസ് പോകുന്ന കേട്ടിട്ടുണ്ടല്ലേ? ഇപ്പം അമ്മയ്ക്കും പപ്പയ്ക്കും നമ്മുടെ അമ്മയ്ക്കും പപ്പയ്ക്കും ഒരു ഫേവറേറ്റ് ഒരു കിഡുണ്ട്. അച്ചാച്ചനല്ലേ ഞാൻ. അപ്പൊ അച്ചാച്ചൻ ചിന്തിക്കുക ഞാനാണോ അച്ചാച്ചനാണോ? കാരണം അങ്ങനെയാണ്. ഇത് തെളിയിക്കണമെങ്കിൽ അമ്മയും പപ്പനെ വിളിക്കാം. അല്ല, കാരണം അങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അത് കാരണം ഇങ്ങനെയാണെന്നോ? എന്താണ് ഇങ്ങനെയുള്ള ആ കാരണം? ഇങ്ങനെ കാരണം വെച്ചാല് ഇപ്പം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ എനിക്ക് കുക്കു ഞാൻ ഈ വീട്ടിലുണ്ടെങ്കിൽ പോലും ഇവളുടെ അടുത്ത സ്നേഹം കാണിക്കുന്നെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോൻ ഞാൻ തന്നെയാണ്. നിന്നെയല്ലേ വേണ്ടാന്ന് അങ്ങനെയാ. ചില കാര്യങ്ങൾക്ക് റീസണിന്റെ ആവശ്യമില്ല. അങ്ങനെയാണ്. മൂത്ത മോനായത് കൊണ്ടാവാം, ഒരേ ഒരു മോനായത് കൊണ്ടും ആവാം. നിനക്കെന്ത് തോന്നി? അടുത്ത ചോദ്യം ചേച്ചിയോട്. അത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, ഒന്നുകൂടി ചോദിക്കാം. അല്ല, ഈ എപ്പിസോഡിൽ ഒന്നുകൂടി ചോദിക്കണം, കാണാതെ കണ്ടോട്ടെ. ഈ ഫാമിലി വന്ന് കയറിയിട്ട് ചേച്ചിക്ക് തോന്നുന്നു മനസ്സിലാദ്യം വരുന്നത് കാര്യം ഈ ഫാമിലി എനിക്ക് ആദ്യമായിട്ട് തോന്നി നല്ല കാര്യം പറയുമ്പോൾ ആരും ആദ്യം ഇടപെടാറില്ല, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ എന്താ പറയുക, കുക്കിനെ കൊണ്ട് എനിക്ക് വലിയ ശല്യം ഒരു ഫോണും ഒരു ചാർജറും ആരുടെയും ഹെഡ്ഫോണും ഒരു ശല്യം കാണത്തില്ല, ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്നോളൂ. പിന്നെ ഇപ്പൊ ഫുൾ ടൈം നമ്മുടെ കൂടെ അങ്ങനെ ശല്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ശല്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഏറ്റവും നല്ല കാര്യം തോന്നുമ്പോ എന്താ പറയാ, ഇപ്പൊ എനിക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഓടി വരുന്ന ആൾക്കാരാണ്. പക്ഷെ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നല്ലേ, എനിക്ക് ഒരിക്കലും ഫാമിലി കണ്ടിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്മയാന്നേലും പപ്പയാന്നേലും ഏത് പാത്രത്തിൽ എടുത്താലും വീട് വരും. അമ്മയുടെ വീട് വരും, അമ്മ നമുക്ക് വീടുണ്ടാവും മാത്രമേ പറയാറുള്ളൂ. അല്ലാണ്ട് അയ്യോ ഇപ്പൊ പറ്റില്ല പിന്നെ എടുക്കാം അങ്ങനെയൊന്നും പറയില്ല. എല്ലാവർക്കും നല്ല സഹകരണമുള്ള ആൾക്കാരാണ്. ഓക്കെ. അച്ഛനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? അച്ഛനെ പറ്റി രണ്ടു വാക്ക് പറയാനുള്ളത് ഒന്നും പറയാനില്ല. എനിക്ക് പറയാൻ വാക്കുകളില്ല. മനസ്സിലായി. സ്കിപ്പ് ചോദ്യം. ആദ്യത്തെ എനിക്ക് മനസ്സിലാവാൻ, അവസാനത്തെ എനിക്ക് മനസ്സിലാവാൻ. അച്ഛനെ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോ അച്ഛൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. ഇപ്പൊ ഇങ്ങനെ തിരിച്ചോണ്ടിരിക്കുന്നു. ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരാളുണ്ട്. പക്ഷെ ആ സ്വഭാവം കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇതിന് ഇന്ന് തന്നെ പക്ഷേ എന്താന്ന് വെച്ചാൽ മുമ്പ് ഈ പറഞ്ഞ കൂട്ട് ഒന്നാമത്തെ മെയിൻ റീസൺ എത്ര ദേഷ്യപ്പെട്ടാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിങ്ങളോട് ഒറ്റ റീസൺ എന്ന് പറയുമ്പോൾ ആ ദേഷ്യപ്പെടൽ കഴിയുന്ന ഒരു സെക്കൻഡ് വരുമല്ലോ, ആ സെക്കൻഡ് മുതൽ എത്ര ദേഷ്യപ്പെട്ടോ അതിന്റെ ഇരട്ടി സ്നേഹം നമ്മുടെ അടുത്ത് കാണിക്കാറുണ്ട്. നമ്മളെ തിരിച്ചൊന്ന് മിണ്ടിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളെ ഓക്കെ ആക്കാനും നമ്മുടെ അടുത്ത് മിണ്ടാനും സോപ്പിടാൻ പറ്റുന്ന നമുക്കറിയാം സോപ്പാണ്. ഇതിൽ ആ സോപ്പിടാൻ കഴിയുന്ന എഫോർട്ട് ഉണ്ടല്ലോ, ആ എഫോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്നിവിടെ ഭയങ്കര നമുക്ക് തോന്നും ഭയങ്കര എക്സ്ട്രീമായിട്ട് ദേഷ്യപ്പെടും. ദേഷ്യം ആ അലച്ചു കഴിഞ്ഞ ആ ഒരു സെക്കൻഡില് മറക്കും. ഞാനത് കണ്ടോടിയല്ലോ, ഞാൻ ദേഷ്യപ്പെട്ടില്ല. ദേഷ്യം വരുന്ന ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ മുമ്പോട്ട് ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് കാണുന്നത്. എക്സ്ട്രീം ലെവൽ എത്രത്തോളം എനിക്കറിയില്ല. അപ്പൊ ആ ഒറ്റ റീസണാണ് എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ടും ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള രണ്ട് തോന്നുന്നു. പിന്നെ
എന്തെങ്കിലും ഇമോഷൻ ഉണ്ടാവുന്നില്ലെങ്കിൽ ഞാനുണ്ടല്ലോ ഇജാൻ ആദ്യമായിട്ട് എന്നെ കാണുന്ന സമയത്ത് വേണ്ട എന്തുകൊണ്ട് ഇജാനിൽ വീണു എന്നതിനുള്ള ചോദ്യം വരുമ്പോൾ കാണാൻ വന്ന സമയത്ത് കൊറോണ ഞാൻ പീക്ക് ടൈമാണ്. അപ്പൊ നമ്മൾ പുറത്തിങ്ങനെ പോയി എന്താ ചെയ്തോണ്ടിരിക്കുന്നത് അന്ന് ഭയങ്കര ഒരു വൻ ഷോ നടത്തി. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് വെള്ളം ദാഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. കടകളൊന്നുമില്ല, എനിക്ക് വെള്ളം കടകളൊന്നുമില്ല. ആ സമയത്ത് ഇംഗ്ലീഷ് ഡയലോഗ് ഉണ്ടായിരുന്നു മറ്റേ ഗീവ് മീ ആൻ ഓഫർ വിച്ച് ഐ കനോട്ട് റെസിസ്റ്റ്. ആ സമയത്ത് ഡോട്ടറി ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കണം ഇംഗ്ലീഷിൽ നല്ല പ്രാവണ്യമുള്ള വ്യക്തിയാണ്, ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നുണ്ട്, ഇവൻ എന്തായാലും എനിക്ക് മുതൽമുടക്കാണെന്നൊക്കെ വിചാരിച്ചു. അപ്പൊ വന്ന് എനിക്ക് ഡയലോഗ് പറയുന്നത് ഞാൻ എനിക്ക് വളരെ റൊമാൻറ്റിക് ഇങ്ങനെ ആവുമല്ലോ ഇത്. എന്നിട്ട് ഇത് ഈ ഒരു സിനിമ ഡയലോഗ് ആണെന്ന് ഞാൻ അറിയുന്നത് കഴിഞ്ഞ ആഴ്ച ഇവിടെ ഡോൺ 3 സിനിമ ഞാനിങ്ങനെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. ഈ ഹിന്ദി അറിയില്ല ഒന്നും. ഞാനിങ്ങനെ സീൻ നോക്കുന്നത് സെപ്പറേറ്റ് ആയിരിക്കും, സീൻ നോക്കുന്നത് സെപ്പറേറ്റ് ആയിരിക്കും. താഴെ ഇങ്ങനെ എഴുതി കഴിക്കുന്നു ഞാനിങ്ങനെ ടീം അന്ന് രാവിലെ എഴുതിക്കൊണ്ട് പോയതാണോ? എഴുതി പഠിച്ചതാണോ? കൊറോണ കൂടെ ആണല്ലോ റോഡില് വണ്ടി എല്ലാം ടൈപ്പ് ചെയ്തതാണ്. ഇത്ര റൊമാൻറ്റിക് ആയിരുന്നു എനിക്കപ്പോ ഈ ഒരു സൈഡിൽ കാര്യത്തിന് അറിയില്ല. അടുത്ത ചോദ്യം